എല്ലാവർക്കും നമസ്കാരം. ടഫ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് ദിവസമായി കണ്ടിന്യൂ ചെയ്യുന്നൊരു സെഷനാണ് ടഫ് ചോദ്യങ്ങൾ എന്ന സെഷൻ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ചോദ്യം മാത്രം ഡിസ്കസ് ചെയ്യുന്നൊരു സെഷനാണ്. കോൺസെപ്ഷ്യലായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാവണം എന്ന രീതിയിലാണ് ഒരു ചോദ്യം മാത്രം ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉപയോഗപ്രദമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യത്തിലേക്ക് കിടക്കാം. 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇതിൽ ശരി ഉത്തരം ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് GST സംബന്ധമായ കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് GST കൗൺസിലാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ടാക്സ് റേറ്റ്സ്, GST റേറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുന്നത് GST കൗൺസിലാണ്. 2, കൗൺസിൽ ചെയർമാൻ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ് കൗൺസിലിൻ്റെ ചെയർമാൻ, GST കൗൺസിലിൻ്റെ ചെയർമാൻ. GST കൗൺസിലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 279A ആണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് GST കൗൺസിലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 279A ആണ്. എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ കൗൺസിലിൽ അംഗമാണ്. GST കൗൺസിൽ ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറഞ്ഞ ഒരു ഫെഡറൽ തത്വങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഫോറമാണ് GST കൗൺസിൽ. അപ്പോൾ അതിലെല്ലാ മുഖ്യമന്ത്രിമാരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് മെമ്പേഴ്സായിട്ട്. ഇപ്പോൾ സ്റ്റേറ്റും അതുപോലെ തന്നെ സെൻട്രൽ ഈക്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ബോഡിയാണ്. അപ്പോൾ അതിൽ മുഖ്യമന്ത്രിമാർ ഉൾപ്പെട്ടിട്ടുണ്ടോ? അതാണ് 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം കൂടെ എല്ലാം ഒന്ന് വായിക്കുക. GST സംബന്ധമായ കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് GST കൗൺസിലാണ്. കൗൺസിൽ ചെയർമാൻ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. GST കൗൺസിലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 279A ആണ്. എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ കൗൺസിൽ അംഗമാണ്. ഇതാണ് 4 സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, GST സംബന്ധമായ കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് GST കൗൺസിലാണ്. അതിനു വേണ്ടിയാണ് GST കൗൺസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ GST കൗൺസിൽ രൂപീകരിക്കപ്പെട്ടതിൻ്റെ പ്രഥമ എയിം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ടാക്സ് റേറ്റ്സ് മറ്റു കാര്യങ്ങളൊക്കെ GST സംബന്ധമായ കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നതാണ്. 2, കൗൺസിൽ ചെയർമാൻ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ അല്ലേ? ഫിനാൻസ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ അല്ല. ചിലത് കൺഫ്യൂസിങ് ആണ്. പ്രൈം മിനിസ്റ്റർ ആണോ ഇതിൻ്റെ കൗൺസിൽ ചെയർമാൻ? അല്ല, കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓർത്ത് വെക്കണം, ശരിയാണ്. 3, GST കൗൺസിലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 279A ആണ് എന്ന് പറയും. ഇതും ശരിയാണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഏത്? ഈ GST കൗൺസിൽ. കാരണം ഭരണഘടനയിൽ ആർട്ടിക്കിളിൻ്റെ 279A GST കൗൺസിലുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ GST കൗൺസിൽ എന്താണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അങ്ങനെയും ചോദ്യം വരാറുണ്ട്. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ, നോൺ സ്റ്റാറ്റ്യൂട്ടറി ആണോ, അങ്ങനെ വരാറില്ലേ? അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാർ കൗൺസിൽ അംഗമാണ്. ഫിനാൻസ് മിനിസ്റ്റേഴ്സ് അതെ, പക്ഷേ മുഖ്യമന്ത്രിയാണോ? എല്ലാ സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രി എന്ന ഒരു ക്രൈറ്റീരിയ ഇല്ല. അപ്പോൾ മുഖ്യമന്ത്രിമാരല്ല, മറിച്ച് ഫിനാൻസ് മിനിസ്റ്റേഴ്സാണ് അംഗമായിരിക്കുന്നത്. അപ്പോൾ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഉത്തരം ഏതാണ്? 1, 2, 3 ആണ് ശരി ഉത്തരം. 1, 2, 3 ആണ് ശരി ഉത്തരമായിട്ട് ഉള്ളത്. ഇത് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. GST കൗൺസിൽ ചെയർമാൻ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ, കേന്ദ്ര ധനകാര്യമന്ത്രി. 279A കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. എല്ലാ സംസ്ഥാനങ്ങളുടെയും ഈ പറഞ്ഞ ഫിനാൻസ് മിനിസ്റ്റേഴ്സാണ്, അല്ലാണ്ട് മുഖ്യമന്ത്രിമാരല്ല അംഗങ്ങളായിട്ടുള്ള. GST സംബന്ധമായ കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് GST കൗൺസിലാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ടഫ് ചോദ്യങ്ങളിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ബൈ, ടേക്ക് കെയർ.